7 മാസം പ്രായമുള്ള കുഞ്ഞുമായി ഷാർജയിലെ പാർക്കിൽ കഴിയുന്ന മലയാളി യുവതിക്ക് ദുരിതങ്ങൾ ഒഴിയുന്നില്ല. കുഞ്ഞിന്റെ പിതാവ് ലഹരിക്കേസിൽ പിടിയിലായതോടെയാണ് അമ്മയും കുഞ്ഞും UAE-യിൽ പ്രതിസന്ധിയിലായത്. ദമ്പതികൾ നിയമപരമായി വിവാഹിതരല്ലാത്തതിനാൽ കുഞ്ഞിന് ജനന സർട്ടിഫിക്കറ്റും പാസ്പോർട്ടും ലഭിച്ചില്ല. മാസം പ്രായമുള്ള കുഞ്ഞുമായി ഗൾഫിലെ ഈ പൊരിവെയിലത്ത് പാർക്കിൽ കഴിയുകയായിരുന്നു 22-കാരിയായ ഈ തൃശൂർക്കാരി. ദിവസങ്ങൾക്ക് മുമ്പാണ് ഷാർജയിലെ പാർക്കിൽ നിന്ന് ഇവരെ ഒരു കൂട്ടം വനിതാ സാമൂഹിക പ്രവർത്തകർ ഏറ്റെടുത്ത് അജുമാനിലെ ഫ്ളാറ്റിലെത്തിച്ചത്. അവിടെ നിന്ന് നമ്മൾ ഏറ്റെടുക്കുന്ന ഒരവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. കാരണം ഈ പെരും ചൂടിൽ അറിയാലോ, കുറച്ച് പേരുടെ മനസ്സുകളുടെ സഹായങ്ങൾ എത്തി, വസ്ത്രങ്ങളായിട്ടും ഭക്ഷണ സാധനങ്ങളൊക്കെ ആയിട്ടൊക്കെ കുഞ്ഞിന് വേണ്ട പരിചരണങ്ങളൊക്കെ കിട്ടിയപ്പോൾ അതിൽ നിന്നൊക്കെ ഈ ഒരു അവസ്ഥയിലേക്ക് ആയി കിട്ടിയിട്ടുണ്ട്. 2 വർഷം മുമ്പ് സന്ദർശക വിസയിൽ ദുബൈയിൽ ജോലിക്കെത്തിയതാണ് ഈ യുവതി. ചില കാരണങ്ങളാൽ ജോലി തുടരാനായില്ല. നാട്ടിൽ നിന്ന് പരിചയക്കാരായ കൊല്ലം സ്വദേശിയായ യുവാവിനൊപ്പമായിരുന്നു ദുബൈയിൽ താമസം. ഗർഭിണിയായതോടെ നാട്ടിൽ പോകാനും വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹിതരാകാനുമൊക്കെയായിരുന്നു ഇവരുടെ പദ്ധതി. പിന്നെ ദുബായിലോട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ഇവൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾ പിന്നെ ഒരുമിച്ചായിരുന്നു മുന്നോട്ട്. അപ്പം അതിനിടയിലാണ് പ്രഗ്നൻ്റ് ആയതും. അങ്ങനെ വിസ എക്സ്പയർ ആയി, നാട്ടിൽ പോകാൻ പറ്റിയില്ലായിരുന്നു ആ സമയത്ത്. അപ്പോൾ കണ്ടിന്യൂ ചെയ്തു. പെങ്കൊച്ചാന്ന് പറഞ്ഞപ്പം ഞങ്ങൾ പിന്നെ ഒഴിവാക്കാനുള്ള ഒരു ഇതിലേക്ക് നോക്കിയില്ല. വീട്ടുകാരെ അറിയിച്ചു. വീട്ടുകാരെല്ലാവരും പോസിറ്റീവായിരുന്നു. റിപ്ലൈ എല്ലാവർക്കും ഓക്കെ ആയിരുന്നു. ഞങ്ങൾ 2 മതക്കാരായിരുന്നു, എന്നാലും 2 വീട്ടുകാരും അക്സെപ്റ്റ് ചെയ്തു. കുഞ്ഞിൻ്റെ പിതാവ് വിദേശത്ത് നിന്ന് വന്ന പാഴ്സലിൻ്റെ പേരിൽ പിടിയിലാകുന്നതോടെയാണ് പ്രതിസന്ധി ആരംഭിച്ചത്. തങ്ങളുടെ വിലാസത്തിലേക്ക് വന്ന പാഴ്സൽ ലഹരി മരുന്നായിരുന്നുവെന്ന് പിന്നീടാണ് ഇവർ തിരിച്ചറിയുന്നത്. വീട്ടിൽ റെയ്ഡ് നടത്തിയവർ കൊണ്ടുപോയ കുഞ്ഞിൻ്റെ അച്ഛനെക്കുറിച്ച് കഴിഞ്ഞ മെയ് മാസം മുതൽ വിവരമില്ല. ഞാൻ ചോദിച്ചു എന്താണ് അവൻ ചെയ്തതെന്ന് ചോദിച്ചപ്പം എന്താണെന്ന് അറിയണോ എന്നുള്ളൊരു അവർ ഭയങ്കര റൂഡായിട്ടാണ് പെരുമാറിയത്. അപ്പോൾ അവർ പറഞ്ഞു ഡ്രഗ് കേസ് എന്ന് പറഞ്ഞു. പിന്നെ അടിയിൽ സെക്യൂരിറ്റിയോടും പറഞ്ഞിട്ടാണ് പോയത്. പിന്നെ ഒരു നമ്പർ കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പോയി ഫാമിലിയോട് എന്താണെന്ന് വെച്ചാൽ എവിടെയാണെന്ന് വെച്ചാൽ പൊക്കോളാൻ പറയേ, കേസ് വലിയ കേസാണെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് പോയത്. സന്ദർശക വിസയുടെ കാലാവധി പിന്നിട്ടതിനാൽ നാട്ടിലേക്ക് മടങ്ങാൻ യുവതിയുടെ ഓവർസ്റ്റേ പിഴകൾ അടയ്ക്കണം. ഒപ്പം കുഞ്ഞിന് ജനന സർട്ടിഫിക്കറ്റും പാസ്പോർട്ടും തയ്യാറാക്കണം. നിയമപരമായി വിവാഹിതരല്ലാത്ത ദമ്പതികളുടെ കുഞ്ഞിന് ജനന സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്ന ഏക ഗൾഫ് രാജ്യമാണ് UAE. എങ്കിലും കുഞ്ഞിന് ഇപ്പോഴും ജനന സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ല. ഞങ്ങൾ ഇന്നലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. കുഞ്ഞിനെയും അമ്മയും കൂട്ടിയിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ നമ്മൾ ബർത്ത് നോട്ടിഫിക്കേഷനായിട്ടാണ് ചെന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം വരാനാണ് അവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ബർത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിച്ചതിന് ശേഷം പാസ്പോർട്ടിനായിട്ട് ചെയ്യാൻ പറ്റും. ദുബായ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളതാണ്. കാരണം കുഞ്ഞിന് 7 മാസം പ്രായമായി. അപ്പോൾ ഒരു മാസത്തിനകത്ത് വെച്ചൊക്കെ അവിടെ നിന്ന് കിട്ടിയനായിരുന്നു. ഇനി നമ്മൾ ഒന്നുകിൽ കോർട്ട് വഴി അപ്ലൈ ചെയ്യണം, അതല്ലാന്നുണ്ടെങ്കിൽ ഹെൽത്ത് അതോറിറ്റിയായിട്ട് ബന്ധപ്പെടണം എന്നുള്ളതാണ്. നാട്ടിലെത്തിയാൽ യുവാവിൻ്റെ കുടുംബം ഉൾപ്പെടെ തങ്ങളെ സംരക്ഷിക്കാൻ തയ്യാറാകുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. 2 വീട്ടുകാർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു. ഇവൻ്റെ ഈ ഒരു പ്രശ്നം വരുന്നത് വരെ. ഈ പ്രശ്നം അറിഞ്ഞതോടുകൂടി അവൻ്റെ വീട്ടുകാരാകെ ഇപ്പം ഒരു ഇതിലാണ്, ഇങ്ങനെ ഒരു കാര്യത്തിന് പോയെന്നുള്ളൊരു ഇതിൽ അവരങ്ങനെ വളർത്തിയൊരു മകനല്ല എന്നുള്ളൊരു ഇതിൽ ഞങ്ങളോടൊരു വെറുപ്പിലാണുള്ളത്. പക്ഷെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ കൊച്ചിനെയും കൊണ്ട് അവൻ്റെ അമ്മയുടെ അടുത്തെല്ലാം പോകും. കുഞ്ഞിന് പാസ്പോർട്ട് എടുക്കാനും വിസ പിഴകൾ അടച്ചു തീർക്കാനും അധികൃതരുടെ കനിവ് തേടുകയാണ് ഈ യുവതി ഇപ്പോൾ. യാസർ അർഫാദിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1 ഷാർജ. ഷിനോജ ഷംസുദ്ദീൻ ചെയ്യുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ നൽകാനായി. ഷിനോജ, ഈ കുഞ്ഞിന്റെ പിതാവിനെതിരായ കേസ് എന്താണ്? അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇയാൾ എങ്ങനെയാണ് ഈ കേസിൽ പെടുന്നത്? ഒപ്പം ഇവരുടെ സുരക്ഷ അതിപ്പോൾ ആരെങ്കിലും ഏറ്റെടുത്തിട്ടുണ്ടോ? ഇപ്പോഴും അവർ ഈ പാർക്കിംഗ് ഏരിയയിൽ തന്നെയാണോ കഴിയുന്നത്? ജിന, ഈ കേസ് സംബന്ധിച്ച് ഇനിയും വ്യക്തത വരേണ്ടിയുണ്ട്. പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് അത് മയക്കുമരുന്ന് തന്നെയായിരുന്നു. മയക്കുമരുന്ന് വിതരണത്തിൻ്റെ ഒരു കണ്ണിയായിരുന്നോ ഈ യുവാവ് എന്നുള്ളൊരു സംശയമാണ് ഈ യുവതി അടക്കമുള്ളവർ പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ പല അധികൃതരോടും ചോദിച്ചപ്പോൾ വളരെ ഗൗരവമുള്ള കേസാണ്. ഈ പയ്യനെ ഇവിടെ നിന്ന് നാട് കടത്താൻ സാധ്യതയുണ്ട്, അതിനുശേഷമേ എന്തെങ്കിലും വിവരം ലഭിക്കൂ എന്നുള്ള നിലയ്ക്കാണ് അധികൃതർ ഈ പെൺകുട്ടിയോട് പ്രതികരിച്ചിട്ടുള്ളത് എന്നാണ്
വിവരം. ഈ യുവതി ഇപ്പോൾ അജ്മാനിലെ സാമൂഹിക പ്രവർത്തകരുടെ അടുത്താണുള്ളത്. അവർ സ്വന്തം ഫ്ലാറ്റിൽ താമസിപ്പിച്ചിരിക്കുകയാണ്. അവർ ഭക്ഷണവും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുമൊക്കെ നൽകുന്നുണ്ട്. പക്ഷേ അവർക്കും എത്ര കാലം ഈ കുട്ടിയെ ഇങ്ങനെ സംരക്ഷിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവരെ നാട്ടിലേക്ക് അയക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് 7 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞാണ്. അപ്പോൾ അതിന് വളരെ കാര്യമായ ശുശ്രൂഷകളും ശ്രദ്ധയുമൊക്കെ നൽകേണ്ടതുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ കുട്ടിക്ക് കൂടി പാസ്പോർട്ട് എടുത്ത് നാട്ടിലേക്ക് അയക്കുക എന്നുള്ളതാണ്. അതിൽ 2 തടസ്സങ്ങളാണുള്ളത്. ഒന്ന്, ഈ പെൺകുട്ടി ഇവിടെ വന്ന് 1 വർഷത്തോളമായി അനധികൃത താമസക്കാരിയാണ്, സന്ദർശക വിസയിലായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു തുക പിഴ അടയ്ക്കേണ്ടി വരും. മറ്റൊന്നുള്ളത്, ഈ കുട്ടിക്ക് പാസ്പോർട്ട് എടുക്കുക എന്നുള്ളതാണ്. പാസ്പോർട്ടിന് അടിസ്ഥാനപരമായി വേണ്ടത് ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ്. മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി UAE-യിൽ നിന്ന് എളുപ്പത്തിൽ ഇത് ലഭിക്കും. അത് ലഭിക്കാനുള്ള സാങ്കേതിക തടസ്സങ്ങളാണുള്ളത്. അത് തടസ്സം നീക്കി ഇന്ത്യൻ കോൺസുലേറ്റ് പാസ്പോർട്ട് നൽകുകയാണെങ്കിൽ ഈ കുട്ടിക്ക് സുരക്ഷിതമായി നാട്ടിലേക്ക് മടങ്ങാൻ കഴിയും. ജീന.